എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇൻസൈറ്റ് ലേണിംഗ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും SLC എക്സാമിൻ്റെ ഇങ്ങനെ നല്ല ചൂട് പിടിച്ച ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാനാണ് ഏറ്റവും അത്യാവശ്യം. നിങ്ങൾ പല യൂട്യൂബ് ചാനലിലും പലവിധ സ്റ്റഡി പ്ലാൻസ് കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്ലാൻ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ ABCD എന്നീ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ 5 മണിക്ക് ഇനിയെങ്കിലും എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഉറക്കം എഴുന്നേൽക്കുക. ഈ 5 മണിക്ക് ഉറക്കം എഴുന്നേറ്റതിന് ശേഷം നിങ്ങൾ 5 മണി തൊട്ട് 5:30 വരെയുള്ള സമയമില്ലേ, അത് നിങ്ങൾ പല്ല് തേക്കാനോ മറ്റ് ഫ്രഷ് ആവാനോ ഒരു കട്ടൻ ചായ കുടിക്കാനോ എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങളുടെ ഉറക്കം മാറ്റാനുള്ള ഒരു സമയമായിട്ട് ഈ അരമണിക്കൂർ ഉപയോഗിക്കാം. അതിനുശേഷം ആണ് നമ്മൾ 5:30 മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ എ സെക്ഷൻ തുടങ്ങുന്നത്. 5:30 മുതൽ 8:30 വരെ നിങ്ങൾ ഒറ്റ ഇരിപ്പിന് അങ്ങ് പഠിക്കുക. 3 മണിക്കൂർ ഒറ്റ ഇരിപ്പിന് അങ്ങ് പഠിക്കുക. 8:30ക്ക് ശേഷം, അതായത് 8:30 മുതൽ 10 മണി വരെയുള്ള സമയം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ചായ കുടിക്കാനോ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനോ, ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ പാട്ടിനൊപ്പം 2 സ്റ്റെപ്പ് കൂടി ഇടാനൊക്കെ നമുക്കൊരു ഒരു ഒരു താല്പര്യം ഉണ്ടാവും അല്ലേ? ചില സമയത്ത് എനിക്കൊക്കെ ചില പാട്ട് കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നല്ല 2 സ്റ്റെപ്പ് ഇട്ടേക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെ നമ്മളുടെ എന്താ പറയുക, ടെൻഷൻ മാറ്റാൻ, നമ്മളുടെ ബോറിങ് മാറ്റാൻ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ആ 1.5 മണിക്കൂർ 8:30 മുതൽ 10 മണി വരെയുള്ള 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ ചെയ്യുക. അതിനുശേഷം 10 മണി മുതൽ 1 മണി വരെയുള്ള സമയത്ത് വീണ്ടും നമ്മൾ പഠനത്തിനായി ഉപയോഗിക്കുക. ഓക്കെ, 10 മണി മുതൽ 1 മണി വരെയുള്ള 3 മണിക്കൂർ സമയം പൂർണ്ണമായും നമ്മൾ പുസ്തകത്തിന് മുന്നിൽ പഠനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതിനുശേഷം 1 മണി മുതൽ 3:30 വരെയുള്ള സമയമുണ്ട് അല്ലേ? 1 മണിക്ക് നമ്മൾ പഠനം താൽക്കാലികമായി അവിടെ അവസാനിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഉച്ചഭക്ഷണം കഴിക്കാം. ഉച്ചഭക്ഷണം നന്നായി കഴിച്ചതിന് ശേഷം ഒരു 3:30 വരെ റെസ്റ്റ് എടുക്കുക വെച്ചാൽ കിടന്നുറങ്ങുക. അതാണ് ഏറ്റവും നല്ലത്. അതായത് കിടന്നുറങ്ങിയാൽ നമുക്ക് രാവിലെ തൊട്ടേ ഇല്ല ഒരു ക്ഷീണമൊക്കെ കുറച്ച് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു 3:30 വരെ കൃത്യമായിട്ട് നന്നായി റെസ്റ്റ് എടുക്കുക. 3:30ക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, 3:30ക്ക് കൃത്യം ഉറക്കം ഉണർന്നതിന് ശേഷം 4 മണി വരെയുള്ള സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും ഒരു സ്നാക്സൊക്കെ, ഒരു ചായയോ സ്നാക്സൊക്കെ ആയിട്ട് 4 മണി വരെയുള്ള സമയം നമ്മൾ എൻഗേജ്ഡ് ആവുക. 4 മണി മുതൽ 7:30 വരെയുള്ള സമയം, അതാണ് നമ്മുടെ C സെക്ഷൻ. ഞാൻ നേരത്തെ 10 മണി മുതൽ 1 മണി വരെയുള്ള സമയം നമ്മൾ B സെക്ഷനാണ്, അത് പറയാൻ ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ C സെക്ഷൻ എന്താണ്, 4 മണി മുതൽ 7:30 വരെയുള്ള സമയമാണ് നമ്മൾ C സെക്ഷനായിട്ട് എടുത്തത്. അപ്പോൾ ഈ C സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒറ്റ പഠനത്തിൽ മാത്രം നമ്മൾ മുഴുകുക. അതിനുശേഷം എന്ത് ചെയ്യണം, 7:30 മുതൽ 8:30 വരെയുള്ള വീണ്ടും 1 മണിക്കൂർ സമയം നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുക. നമ്മൾ എന്താണോ, പാട്ട് കേൾക്കാനാണോ, സിനിമ കാണാനാണോ, സിനിമ കാണാൻ സമയം ഉണ്ടാവില്ല, നമുക്ക് 1 മണിക്കൂറുള്ള സമയം ഉണ്ടാവില്ല. ഷോർട്ട് ഫിലിംസ് കാണാനാണോ, എന്തിനാണോ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക, ആ 1 മണിക്കൂർ സമയം നമുക്ക് അതിനു വേണ്ടി നമ്മൾ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതിനുശേഷം 8:30 മുതൽ വീണ്ടും ഒരു 11 മണി വരെ 2.5 മണിക്കൂർ സമയം വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ D സെക്ഷനാണ്. ഈ D സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും പഠിത്തത്തിൽ മുഴുകുക. ഇതാണ് നമ്മുടെ ABCD എന്ന് കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ ഒരു ദിവസത്തെ 4ആയി മുറിച്ച് ABCD എന്ന് കാറ്റഗറൈസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ സമയം സജ്ജീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ രാവിലെ 5 മണി മുതൽ ഈ 11 മണി വരെ പഠിക്കുന്ന സമയത്ത് നമുക്ക് 12 മണിക്കൂറാണ് പഠിക്കാൻ കിട്ടുക. നമ്മളല്ലാത്ത സമയം നോക്കുമ്പോൾ നമ്മൾ വേസ്റ്റ് ചെയ്യും, സമയം കുറേ വേസ്റ്റ് ആക്കുന്നുണ്ടാവും. നമ്മൾ അനാവശ്യമായിട്ട് അവിടെ ഇവിടെ ഇറങ്ങി നടക്കുന്നോ, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പലതരത്തിൽ സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ വേസ്റ്റ് ആക്കുന്നതൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ദിവസം നമ്മൾ 12 മണിക്കൂറാണ് പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉറക്കം വളരെയധികം പ്രധാനമാണ്. ഈ 11 മണി മുതൽ രാവിലെ 5 മണി വരെയുള്ള സമയം, അതായത് 6 മണിക്കൂർ സമയം നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഉറക്കത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എക്സാംസിന് എല്ലാ എക്സാംസിനും ഒരു എക്സാം കഴിഞ്ഞതിനെ തൊട്ട് അടുത്ത എക്സാമിലേക്ക് ഒരേ ദിവസമല്ല ഗ്യാപ്പ് ഉള്ളത്. അതായത് 10-ാം തീയതി സോഷ്യൽ സയൻസിൻ്റെ എക്സാം കഴിഞ്ഞാൽ തൊട്ടടുത്ത 17-ാം തീയതിയാണ് മാത്തമാറ്റിക്സിൻ്റെ എക്സാം ഉള്ളത്. അപ്പോൾ അത്രയും ദിവസം, ഒരു 6.5 ദിവസം നമുക്ക് എന്ത് ചെയ്യാം, മാത്തമാറ്റിക്സ് പഠിക്കാൻ വേണ്ടി കിട്ടും. അതേപോലെ നമുക്ക് എന്ത് കിട്ടില്ല, സോഷ്യൽ സയൻസ് പഠിക്കാൻ വേണ്ടി കിട്ടില്ല, ഹിന്ദി പഠിക്കാൻ വേണ്ടി, ബയോളജി പഠിക്കാൻ വേണ്ടി, കെമിസ്ട്രി പഠിക്കാൻ വേണ്ടി, ഫിസിക്സ് പഠിക്കാൻ വേണ്ടി ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല, ഇത്രയും ദിവസങ്ങൾ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ബുദ്ധിപൂർവ്വം ഈ ഉള്ള ദിവസങ്ങൾ, ഈ എക്സാം തുടങ്ങുന്നത് വരെയില്ല, മാർച്ച് 3-ാം തീയതി വരെയില്ല, അതിൽ മാർച്ച് 2-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യാം, ഇത്തരത്തിൽ, അതായത് നമ്മൾ ABCD എന്ന് പറഞ്ഞ് ക്രമീകരിച്ച് ഈ സമയം നമ്മൾ എന്ത് ചെയ്യുക, A സെക്ഷൻ നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ ഉപയോഗിക്കുക, B സെക്ഷൻ നമ്മൾ അടുത്ത സബ്ജക്റ്റ് പഠിക്കാൻ ഉപയോഗിക്കുക, C സെക്ഷൻ നമ്മൾ അടുത്ത സബ്ജക്റ്റ് പഠിക്കാൻ ഉപയോഗിക്കുക, D സെക്ഷൻ അടുത്ത സബ്ജക്റ്റ് പഠിക്കാൻ ഉപയോഗിക്കുക.
ഇങ്ങനെ 4 സെക്ഷനിലൂടെ നമ്മൾ ഒരു ദിവസം തന്നെ 4 സബ്ജക്റ്റ് കവർ ചെയ്യുന്ന വിധത്തിൽ നമ്മൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നു, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് 6 ദിവസം കൊണ്ട് പഠിക്കാൻ. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, നമ്മൾ ഈ സമയത്ത് ഈ എക്സാം തുടങ്ങുന്നവരില്ല മാർച്ച് 2 വരെയുള്ള സമയത്ത് നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കേണ്ട എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അത് നിങ്ങൾ നോക്കി ചെയ്യുക. പിന്നെ സോഷ്യൽ സയൻസ് നമുക്ക് ആകെ കിട്ടുന്നത് 1.5 ദിവസമാണ്. സോഷ്യൽ സയൻസിന് എന്തായാലും 1.5 ദിവസം പോരല്ലോ നമുക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ദിവസങ്ങളിൽ പരമാവധി നമ്മൾ സോഷ്യൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ സബ്ജക്ട്സിനായിരിക്കണം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം എന്ത് വന്നാലും വേണ്ടില്ല, നമ്മളുടെ കംഫർട്ടാണ് ഏറ്റവും വലുത്. നമ്മൾ പഠിക്കുക. ഈ സമയം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സമയപ്രകാരം നിങ്ങൾ കൃത്യമായൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തോളൂ, പഠിക്കാൻ തുടങ്ങിക്കോളൂ. എന്താ പറയുക, വീട്ടുകാർക്ക് എല്ലാ ദിവസവും ഇങ്ങനെ പാടേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. പഠിക്കുക എന്ന് പറഞ്ഞ് വീട്ടുകാർ ദിവസവും പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ ഈ ടൈം ടേബിൾ ആക്കുന്നത് നന്നായിരിക്കും. എല്ലാവരും ഈ ടൈം ടേബിൾ 2 ദിവസം ഫോളോ ചെയ്തിട്ട് കമൻറ്റിലൂടെ എന്താണോ നിങ്ങളുടെ അഭിപ്രായം, എന്താണോ മാറ്റം ഉണ്ടായത് എന്നുള്ള കാര്യം അറിയിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.